ഹായ് ഓൾ, യദു സാറാണ്. അപ്പം എല്ലാ മക്കളും 7ാം ക്ലാസ് എക്സാമിൻ്റെ ഇങ്ങനെ അവസാനഘട്ട പ്രിപ്പറേഷനിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ എക്സാം എളുപ്പമാവുമോ അല്ലെങ്കിൽ ടഫ് ആവുമോ എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും. സോ അത് തീരുമാനിക്കുന്നത് നിങ്ങൾ ആ എക്സാമിനെ എങ്ങനെ എടുക്കുന്നു, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിനെ മാത്രം ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് എക്സാം ഈസി ആണോ അല്ലെങ്കിൽ ടഫ് ആവുമോ എന്നുള്ള കാര്യം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾക്കിപ്പോൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ബേസിക് സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ലാംഗ്വേജുകളുണ്ട്, മാത്സ് ഉണ്ട് അല്ലേ. സോ ഇത്രയും സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ എന്തായാലും 1, 2, 3 വട്ടമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് റിവൈസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നന്നായിട്ട് നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഹൈസ്കൂളിലേക്ക് എത്താൻ പോവുകയാണ് അല്ലേ. 7ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈസ്കൂളിലേക്കാണ് പോകുന്നത്. ഹൈസ്കൂളുകളിൽ നിങ്ങൾക്ക് എന്താ പറയുക, 7ലൊക്കെ ബേസ് ക്ലിയർ അല്ലെങ്കിൽ ഹൈസ്കൂളുകളിൽ നിങ്ങൾക്ക് എന്താ ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണെങ്കിലും ഇംഗ്ലീഷിലെ ഗ്രാമറൊക്കെ ആണെങ്കിലും ബേസ് ക്ലിയർ ആയാൽ മാത്രമേ ഹൈസ്കൂളിൽ അത് എളുപ്പമായി മാറുകയുള്ളൂ. സോ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലെയും ബേസും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ നിങ്ങളേതായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നമ്മൾ ഓരോരുത്തരുടെ ടൈം ടേബിൾ കോപ്പി അടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എപ്പോഴാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റുക. നിങ്ങൾക്ക് രാത്രി പഠിക്കാൻ ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും, രാത്രി ഒരുപാട് നേരം ഇരിക്കും. ചിലവർ രാവിലെ 5 മണിക്ക് എണീക്കുന്നവരുണ്ടാവാം, 6 മണിക്ക് വെളുപ്പിന് എണീക്കുന്നവരുണ്ടാവാം. സോ അതൊക്കെ ഓരോരുത്തരെ അനുസരിച്ച് മാറും. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ നമ്മുടെ സ്ലൈഡ്, ഏകന്റെ സ്ലൈഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. ഏകന്റെ എല്ലാ ലൈവിന്റെയും സ്ലൈഡ് നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഓരോ ലൈവ് കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ താഴെ കമന്റ് ആയിട്ട് ഇടുക. അതത് ടീച്ചേഴ്സ്, അതായത് ഇപ്പോൾ സോഷ്യൽ എടുക്കുന്ന ആളാവാം അല്ലെങ്കിൽ സയൻസ് എടുക്കുന്ന ആളോ ആരായാലും നിങ്ങളുടെ ഡൗട്ടിനെ എന്തായാലും അഡ്രസ് ചെയ്യും, അതിനുള്ള സൊല്യൂഷനും ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നന്നായി പഠനത്തിൽ മുന്നേറുക. നിങ്ങൾ എല്ലാവരും ആമയുടെയും മുയലിന്റെയും പന്തയത്തിന്റെ കഥ കേട്ടിട്ടുണ്ടാവും. അവസാന ഘട്ടത്തിൽ, അതായത് പന്തയത്തിന്റെ, അതായത് ഓട്ട മത്സരത്തിന്റെ അവസാനത്തെ ഘട്ടത്തിൽ മയങ്ങിപ്പോയത് കൊണ്ട് ആമയുടെ അടുത്ത് മുയൽ തോറ്റുപോയി അല്ലേ. സോ അതുപോലെ നിങ്ങൾ ആരും എക്സാമിന്റെ ഈ അവസാന ഘട്ടത്തിൽ ഉഴപ്പ് കാരണം തോറ്റുപോവാനോ മാർക്ക് കുറയാനോ ഒന്നും പാടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് രാവിലെയാണോ രാത്രിയാണോ എണീറ്റ് പഠിക്കാൻ സമയം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം പഠിക്കുക. പിന്നെ എന്താ, ഞങ്ങളുടെ നോട്ടുകൾ നന്നായിട്ട് നോക്കുക. നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ 2, 3 വട്ടം നന്നായിട്ട് വായിക്കുക. എല്ലാ സബ്ജക്റ്റിന്റെ ബേസ് ക്ലിയർ ആക്കി പോവുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ടീം ഏകന്റെ എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരും. ബൈ.